ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ USRT സീരീസിലെ 8th സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യശാസ്ത്രം ഭാഗമാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയ ചാപ്റ്റർ ഏതായിരുന്നു? നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലേ? ഫസ്റ്റ് പാർട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത പാർട്ടിലേക്ക് കടക്കാൻ. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു 8th സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ചാപ്റ്ററിനുള്ളത് എങ്കിൽ കൂടിയും ഈ കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൗലിക അവകാശങ്ങൾ, DPSP, മൗലിക കർത്തവ്യങ്ങൾ ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഏതാ ചാപ്റ്റർ? ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആണ് തുടങ്ങി വെച്ചത്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയൊക്കെയാണ് മൗലിക അവകാശങ്ങൾ, അതുപോലെ ഭരണഘടനയുടെ DPSP നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ ഇവയൊക്കെ വന്നത് എന്ന രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ മൗലിക അവകാശങ്ങളെക്കുറിച്ച്, ഏതൊക്കെ മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു, മൗലിക അവകാശങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം മൗലിക അവകാശങ്ങൾ ഇവിടെ പൂർത്തിയാവാണ്. പഠിച്ചല്ലോ അല്ലേ? ഈ ചാപ്റ്റർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അനുച്ഛേദവും അത്രയും തവണ ചോദിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവയെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായും ഇന്ന് തന്നെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പഠിച്ചവർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാലോ 19ാമത്തെ ആർട്ടിക്കിളൊക്കെ എത്ര തവണ പഠിച്ചാലും നമുക്ക് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ കാര്യമാണ്, ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? മൗലിക അവകാശങ്ങളിലെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? ആർട്ടിക്കിൾ 32 എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ ഏതൊരു പൗരനും സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. അനുച്ഛേദം 32 എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടെ പറഞ്ഞ വിധത്തിൽ ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ അതനുസരിച്ച് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെ മൗലിക അവകാശങ്ങൾ നമുക്ക് പുനഃസ്ഥാപിച്ച് നൽകും എന്ന ഉറപ്പ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ റിട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് റിട്ടുകൾ എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റിട്ടുകൾ? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ റിട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. റിട്ടുകൾ പലവിധം. എത്ര തരം റിട്ടുകളുണ്ട്? പേരൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, നമുക്കറിയാവുന്നതാണ്. എത്ര തരം റിട്ടുകളുണ്ട്? 5 തരം റിട്ടുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻഡോ, സെറിഷ്യറി. പല തരത്തിലായിട്ട് ഈ ഒരു കോണ്ടന്റ് മാറി 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 ചോദിക്കാറുണ്ട്. അപ്പൊ റിട്ടുകളൊക്കെ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഇതെല്ലാം ഈ ഒരു പോർഷൻ, ഈ ഒരു ചാപ്റ്ററിലെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ റിട്ടുകൾ എന്താണ്? റിട്ട് എന്ന് നമ്മൾ പറഞ്ഞേ, മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ടുകൾ എന്ന് പറയുന്നു. ഈ ഒരു ആശയമില്ലേ, റിട്ടുകൾ എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടതെന്നറിയാമോ? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ബ്രിട്ടനിൽ നിന്നാണ്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാലവേല വിരുദ്ധ ദിനം എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത് ജൂൺ 12-നാണ് കേട്ടോ. കുറേ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റി. അറിയാത്ത കുട്ടികൾക്ക് അത് കണ്ട് മനസ്സിലാക്കാനും പറ്റുമല്ലോ. അപ്പം നല്ല കാര്യമാണ്. നിങ്ങൾക്കത് റിവൈസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കമന്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു സെൽഫ് അപ്രിസിയേഷൻ അല്ലേ. നല്ലതാണ്, അങ്ങനെ ചെയ്യാം. നിങ്ങൾ മാക്സിമം കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റിട്ടിലേക്ക് തിരിച്ചു വരാം. ഈ റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത് എന്നത് ഓർത്തു വെക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് ഉള്ളത്. ഏതൊക്കെ ആർട്ടിക്കിളാണ് നമുക്കറിയാലോ? 32, അതുപോലെ 226. ഓക്കെ, ഇനി ഒന്നാമത്തെ റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്
വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നത്. ഹേബിയസ് കോർപ്പസ് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്നതിനാവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് ഈ ഒരു റിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1215 മാഗ്ന കാർട്ട, അതിലാണ് കേട്ടോ ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് എന്നത് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് 1215 മാഗ്ന കാർട്ടയിലാണ്. ഈ ഒരു വാക്കിന്റെ ഹേബിയസ് കോർപ്പസ് എന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നതാണ് കേട്ടോ. ശരീരം ഹാജരാക്കുക, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നത്. ഹേബിയസ് കോർപ്പസ് അതായത് നിയമവിരുദ്ധമായിട്ടോ നീതിരഹിതമായിട്ടോ ഒക്കെ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുൻപാകെ ഹാജരാക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. അപ്പൊ ഈ ഒരു റിട്ട് പ്രകാരം എന്താണ്, അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയുടെ മുൻപിൽ ഹാജരാക്കാനായിട്ട് കോടതി ആവശ്യപ്പെടുന്നു. അതിനുശേഷം തടവിൽ വെച്ചതിന്റെ കാരണം കോടതി നിയമപരമായി പരിശോധിക്കുകയും ചെയ്യും. ഇങ്ങനെ തടവ് നിയമവിരുദ്ധമാണ് എന്ന് കോടതിക്ക് തോന്നുന്ന പക്ഷം കോടതി തടവിലാക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് ഈ പറഞ്ഞ ഹേബിയസ് കോർപ്പസ്. ഈ ഒരു ഹേബിയസ് കോർപ്പസ് ഉത്തരവുണ്ടല്ലോ, അത് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും അതുപോലെ തന്നെ പൊതു വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാം. ഇതിപ്പോൾ എടുത്തു പറഞ്ഞാൽ എന്തിനാന്ന് വെച്ചാൽ, ഇതിൽ ചില റിട്ടുകൾ നമ്മളിപ്പോൾ പറയും, ചിലത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ ചെയ്യാൻ പറ്റില്ല, കൊടുക്കാനായിട്ട് പറ്റുന്ന ഉത്തരവുകളായിരിക്കില്ല. അത്തരത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്നത് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും പുറപ്പെടുവിക്കാം, അതുപോലെ തന്നെ പൊതു അധികാരികൾക്കെതിരെയും പുറപ്പെടുവിക്കാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത് മാൻഡമസ്. മാൻഡമസ് എന്നാൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു, വി കമാൻഡ് എന്ന അർത്ഥത്തിലുള്ള റിട്ടാണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്നത്. ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിലോ അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശത്തെ നെഗറ്റീവായി പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിലോ ആണ് ഈ ഒരു മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായിട്ടുള്ള കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുന്നു. ഈ ഒരു റിട്ട് പൊതുസ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ, കീഴ്ക്കോടതികൾ, ട്രൈബ്യൂണലുകൾ എന്നിവയ്ക്കെതിരെയൊക്കെ പുറപ്പെടുവിക്കാം. ഇനി ആവശ്യമാണ് എങ്കിൽ സർക്കാരിനെതിരെ പോലും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായി എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരായിട്ടോ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കെതിരായിട്ടോ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ആർട്ടിക്കിളിൽ എടുത്ത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 361 ആർട്ടിക്കിൾ 361 പ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെയോ ഒരു സംസ്ഥാനത്തെ ഗവർണർക്കെതിരെയോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് ആർട്ടിക്കിൾ 361 പരാമർശിക്കുന്നു. അപ്പൊ ഇതാണ് മാൻഡമസ് റിട്ട്. അടുത്തത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ ടു ഫോർബിഡ് എന്നാണ്. തടയുക. പ്രൊഹിബിഷൻ. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രൊഹിബിഷൻ. ഈ ഒരു ഉത്തരവ് സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് ഒരു ഉയർന്ന നീതിപീഠമാണ്. ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ആണ്. ഈ നീതിപീഠം താഴെ തട്ടിലുള്ള കോടതിയോട് അവരോട് പറയണം അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള കേസ് പരിഗണിക്കേണ്ട എന്ന രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട്
ഉന്നത നീതിപീഠം, ഒരു ഉയർന്ന നീതിപീഠം, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഉത്തരവിറക്കുന്നത് പ്രൊഹിബിഷൻ എന്ന റിട്ടാണ്. പ്രൊഹിബിഷൻ റിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെയാണ് ഈ ഒരു പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഈ ഒരു റിട്ട് ഭരണ സംവിധാനങ്ങൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയോ ലെജിസ്ലേറ്റീവ് ബോഡികൾക്കെതിരെയോ നൽകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നൽകാറില്ല. ഭരണ സംവിധാനങ്ങൾക്കെതിരെയോ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതിനൊന്നും എതിരെയോ ലെജിസ്ലേറ്റീവ് ബോഡികൾക്കെതിരെയോ പ്രൊഹിബിഷൻ റിട്ട് നൽകാറില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്രൊഹിബിഷൻ എന്നാൽ തടയുക എന്നതാണ്. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്തൊരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് ഉന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. ഇനി ക്വാവാറന്റോ. എന്താണ് ക്വാവാറന്റോ? എന്ത് അധികാരത്തിൽ, ബൈ വാട്ട് അതോറിറ്റി എന്നുള്ളതാണ് ക്വാവാറന്റോ എന്നതിൻ്റെ അർത്ഥം വരുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ക്വാവാറന്റോ എന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത ഒരു സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ക്വാവാറന്റോ. എന്ത് അധികാരം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ക്വാവാറന്റോ എന്നത്. എന്ത് അധികാരത്തിൽ, ബൈ വാട്ട് അതോറിറ്റി എന്നത്. ഈ ഒരു ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് പ്രസ്തുത വ്യക്തിയെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കാതെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി അപ്പോൾ ഇങ്ങനെ ക്വാവാറന്റോ പുറപ്പെടുവിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ അവകാശവാദത്തിന്റെ നിയമസാധ്യത വിശദമാക്കുക. അതാണ് ഈ ക്വാവാറന്റോ പുറപ്പെടുവിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നിയമാനുസൃതം രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസിനെതിരെ മാത്രമേ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനായി പാടുള്ളൂ. അതായത് മന്ത്രിതല ഓഫീസിനെതിരെയോ സ്വകാര്യ ഓഫീസിനെതിരെയോ ഒന്നും ഈ ക്വാവാറന്റോ ഉപയോഗിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ക്വാവാറന്റോ അനുവദനീയമല്ല. നിയമാനുസൃതം രൂപീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥിര സ്വഭാവമുള്ള പൊതു ഓഫീസിനെതിരെ മാത്രമേ ക്വാവാറന്റോ ഉപയോഗിക്കാനായി പാടുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു റിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്വാവാറന്റോ റിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാവാറന്റോ. അടുത്തത് സെറിഷ്വററി. സെറിഷ്വററി എന്ന് വെച്ചാൽ ടു ബി സർട്ടിഫൈഡ് എന്നാണ്. ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ് എന്നുള്ളതാണ് സെറിഷ്വററി എന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെറിഷ്വററി. ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ്, സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്ന അർത്ഥത്തിലാണ് സെറിഷ്വററി ഉപയോഗിക്കുന്നത്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ്. ഇപ്പോൾ കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടി സെറിഷ്വറിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിയമം വളച്ചൊടിക്കുകയോ അധികാര പരിധി ലംഘിക്കുകയോ ചെയ്യുമ്പോൾ വിചാരണയ്ക്കായിട്ട് കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ടൊക്കെ സെറിഷ്വറി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെയും നേരത്തെ പറഞ്ഞ പോലെ ലെജിസ്ലേറ്റീവ് ബോഡികൾക്കെതിരെയും ഒന്നും ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ ആണോ? ഇതാണ് സെറിഷ്വറി. ഇപ്പൊ 5 റിട്ടുകൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിട്ടുകൾ. ഇവയുടെ വിശദാംശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അങ്ങനെ മൗലിക അവകാശങ്ങൾ ഇവിടെ പൂർത്തിയായി. ഇനി നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ DPSPയിലേക്ക് കടക്കുകയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതാണ് DPSP. രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്? അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. അത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം.
മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. അതേസമയം സർക്കാരുകളുടെ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇവ. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ പൊതുവെ 3ആയി തരംതിരിക്കുന്നു: ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ. അപ്പൊ നമ്മൾ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം തന്നെ നമുക്ക് അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. നമ്മുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം സാമൂഹിക, സാമ്പത്തിക നീതിയും ഒരുപോലെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഇത് കൈവരിക്കുന്നതിനുള്ള ചില ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗമായി നൽകിയിട്ട് ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം ഇവിടെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഇത്തരത്തിൽ ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർദ്ദേശക തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഒരു വ്യത്യാസം പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, മൗലിക അവകാശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ലംഘിക്കപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഭരണഘടന നൽകുന്നുണ്ട്, അല്ലെ? മൗലിക അവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ആണ്. നമുക്ക് കോടതിയിൽ നിന്ന് അവ നേടിയെടുക്കാം. മൗലികാവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് തന്നെ ഒരു കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ, റിട്ടുകൾ പ്രകാരം നമുക്ക് മൗലിക അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും, അല്ലെ? ചില കാര്യത്തിൽ അവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ അബ്സല്യൂട്ട് അല്ല, അതുപോലെ അൺലിമിറ്റഡ് അല്ല. ഇവയ്ക്ക് മേലെ റീസണബിൾ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ, യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഗവൺമെന്റിന് ഏർപ്പെടുത്താവുന്നതാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് മൗലികാവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ, ജസ്റ്റീഷ്യബിൾ ആണ്, ന്യായീകരിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മൗലിക അവകാശങ്ങളെ പോലെയല്ല ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ കോടതിയുടെ പിൻബലത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. DPSP എന്നത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, ന്യായവാദത്തിനർഹമല്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ന്യായവാദത്തിനർഹമല്ലാത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നത് ഭരണഘടനയുടെ ന്യായവാദത്തിനർഹമല്ലാത്ത നോൺ ജസ്റ്റീഷ്യബിൾ ആയിട്ടുള്ള ഭാഗമാണ്. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. സർക്കാരുകൾ ഇവയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പരിഗണന നൽകേണ്ടതുണ്ട്, നയങ്ങളും പരിപാടികളും ഒക്കെ ആവിഷ്കരിക്കുമ്പോൾ. അപ്പോൾ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, ഏതാണ്? ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഏത് ഭാഗം, എത്ര ആർട്ടിക്കിൾ എന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞേ, ഈ ഒരു DPSPയിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഭാഗം 4 പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങൾ എല്ലാം തന്നെ സ്പർശിക്കുന്ന രീതിയിൽ വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ രാഷ്ട്രത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് വിപുലമായ ആശയം എന്നോണമാണ്
മാർഗനിർദ്ദേശക തത്വങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള രാജ്യം ഏതാണ്? ചോദിക്കാറുണ്ട്. അയർലൻഡാണ് കേട്ടോ. അയർലൻഡാണ് ലോകത്ത് ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്പെയിനാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഇത് മാർഗനിർദ്ദേശക തത്വം എവിടെ നിന്ന് കടം കൊണ്ടു എന്നുള്ളത് ചോദിക്കാറുണ്ട്. സ്പെയിനിൽ നിന്നാണ് ഈ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം അയർലൻഡ് കടം കൊണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഈ ഒരു മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞു വന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. അതാണ് തേജ് ബഹദൂർ സപ്രോ കമ്മിറ്റി. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തേജ് ബഹദൂർ സപ്രോ കമ്മിറ്റി. അങ്ങനെ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവയുടെ വിശദാംശങ്ങൾ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ തന്നിട്ടുള്ള സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ടുള്ള ഈ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രധാനമായും രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ 3 തരത്തിൽ വിഭജിക്കുന്നുണ്ട്. ഉദാര ആശയങ്ങൾ എന്നും, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നും, ഗാന്ധിയൻ ആശയങ്ങൾ എന്നും 3 തരത്തിലാണ് തരംതിരിക്കുന്നത്. ഭരണഘടനയിൽ ഈ ഒരു വേർതിരിവൊന്നുമില്ല. മാർഗനിർദ്ദേശക തത്വങ്ങളെ പൊതുവെ 3ആയി തരംതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. ഇത്തരത്തിൽ 3ആയി തരംതിരിച്ചിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഭരണഘടനയിൽ ഈ ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആർട്ടിക്കിളും നോക്കാം. ആർട്ടിക്കിൾ എവിടം തൊട്ട് എവിടം വരെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഇവിടെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 36 എന്താണ് പറയുന്നത്? പൊതുവെ ആദ്യത്തെ ആർട്ടിക്കിളിൽ നിർവചനമായിരിക്കും തരുന്നത്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനമാണ് തരുന്നത്. ആർട്ടിക്കിൾ 36 കിട്ടി. 37ാമത് ആർട്ടിക്കിൾ എന്താ പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 37 പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 38 പരാമർശിക്കുന്നു, ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതിയെ രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന്. ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതിയെ രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് എന്നാണ് ആർട്ടിക്കിൾ 38 പരാമർശിക്കുന്നത്. ഇവിടെ ഉദാര ആശയങ്ങളിൽ ഉൾക്കൊള്ളുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുക എന്നത് ഉദാര ആശയങ്ങളിൽ ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 51 ഇവിടെ പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണ് എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51. അടുത്തത് പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത. നിങ്ങൾക്ക് മലയാളത്തിനേക്കാളും കുറച്ചുകൂടെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിളാണ്. ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് എന്നതാണ്. ഏകീകൃത സിവിൽ നിയമമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? 44 ആണ്. 44. തുല്യനീതിയും സൗജന്യ നിയമ സഹായവും അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 39A ആണ്. 39A ആണ്. തുല്യനീതിയും തുല്യ നിയമ സഹായവും ആർട്ടിക്കിൾ 39A പരാമർശിക്കുന്നത്. തുല്യനീതിയും തുല്യ നിയമ സഹായവും. തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39A എന്നത്. അടുത്തത് 6 വയസ്സിൽ താഴെയുള്ള 6 വയസ്സ് ശ്രദ്ധിക്കണം. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്
പരിചരണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് വകുപ്പ് 45 വകുപ്പ് 45. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണം എന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 45. പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ ഏത് പ്രകാരമാണ്? പരിസ്ഥിതി, കന്നുകാലി, അതുപോലെ വന്യജീവി സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 48A പ്രകാരമാണ്. ആർട്ടിക്കിൾ 48A പ്രകാരമാണ്. ആർട്ടിക്കിൾ 48A. വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എന്നത് ആർട്ടിക്കിൾ 48A പ്രകാരമാണ് പറയുന്നത്. ഇവയെല്ലാമാണ് ഉദാര ആശയങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. ഉദാര ആശയങ്ങൾ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക എന്നത് ആർട്ടിക്കിൾ 51 പരാമർശിക്കുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും അതുപോലെ ബഹുമാന്യവുമായ ബന്ധം നിലനിർത്തുന്നതിനായി പ്രയത്നിക്കണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പരാമർശിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഏകീകൃത സിവിൽ നിയമം, പൗരന്മാർക്ക് ഏകരൂപമായ നിയമ സംഹിത കൊണ്ടുവരണമെന്ന് ആർട്ടിക്കിൾ 44 പരാമർശിക്കുന്നു. അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന സിവിൽ നിയമങ്ങളാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആർട്ടിക്കിൾ 44 പരാമർശിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 39A ആണ്. തുല്യനീതിയും സൗജന്യ നിയമസഹായവും. തുല്യനീതിയും അതുപോലെ പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39. ഇപ്പോൾ സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് അർഹരായ വ്യക്തികൾ ആരൊക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും, പിന്നെ SC/ST വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ, വ്യവസായ തൊഴിലാളികൾ, ബഹുജന ദുരന്തം അല്ലെങ്കിൽ ആക്രമണം, വെള്ളപ്പൊക്കം പോലെയുള്ള ദുരന്തങ്ങളുടെ ഇരകൾ, ഇപ്പൊ ഭൂകമ്പം, വ്യാവസായിക ദുരന്തം പോലെയുള്ളവയുടെയൊക്കെ ഇരകൾ, പിന്നെ വികലാംഗർ, കസ്റ്റഡിയിലുള്ള വ്യക്തികൾ, പിന്നീട് പറയാവുന്നത് മനുഷ്യക്കടത്തിന് ഇരയായവർ അല്ലെങ്കിൽ യാചകർ, 1 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള വ്യക്തി, ഇവരൊക്കെയാണ് ഈ ഒരു നിയമസഹായം ലഭിക്കുന്നതിനായിട്ട് അർഹരായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നിയമസഹായവും തുല്യനീതിയും ഒക്കെ ലഭ്യമാകുന്നത് സൗജന്യ നിയമസഹായമാണ് കേട്ടോ. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും തുല്യനീതിയും നൽകണം എന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 39A പ്രകാരമാണ്. ആർട്ടിക്കിൾ 39A. പിന്നീട് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 45 കുറിച്ചാണ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ്. പിന്നീട് 48A കന്നുകാലി, പരിസ്ഥിതി, വന്യജീവി സംരക്ഷണം എന്നിവ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48. അപ്പൊ ഈ ഉദാര ആശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അടുത്തത് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തേത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. തൊഴിലാളികൾക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ വേതനം, തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായിട്ടുള്ള വേതനം, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം എന്നിവയൊക്കെ പറയുന്ന ആർട്ടിക്കിൾ 43 സോഷ്യലിസ്റ്റ് ആശയത്തിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം എന്നിവ നൽകുന്നു. അടുത്തത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 39 ആർട്ടിക്കിൾ 39D പ്രകാരം. ശ്രദ്ധിക്കണം, ഇവിടെ സ്മോൾ ലെറ്റർ D ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ A ആണ് കേട്ടോ. ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. 39D തുല്യ ജോലിക്ക് തുല്യ വേതനം പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 39D. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ 43A ആണ്. ആർട്ടിക്കിൾ 43A പ്രകാരം വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43A. ഇത് ക്യാപിറ്റൽ A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 43A ആണ്.
തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 41 41. റൈറ്റ് ടു വർക്കാണ്. തൊഴിലില്ലായ്മ, രോഗം, പ്രായാധിക്യം, അംഗവൈകല്യം, ദാരിദ്ര്യം തുടങ്ങിയ ചുറ്റുപാടുകളിൽ പൊതുസഹായം ഉറപ്പുവരുത്തുക, തൊഴിലില്ലായ്മ വേതനം, പെൻഷൻ പദ്ധതികൾ തുടങ്ങിയവ നടപ്പിലാക്കുന്നതിന് ഈ ഒരു ആർട്ടിക്കിളൊക്കെ ഏറെ സഹായകരമാണ്. അതുപോലെ ഈ ഒരു ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ജോലി ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയൊക്കെ ഉറപ്പ് വരുത്തുന്നതിനാവശ്യമായ രാഷ്ട്രം ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41. തൊഴിൽ ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ 41 പരാമർശിക്കുന്നു. അവസാനമായിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. നീതിപൂർവകവും മാനുഷികവുമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക എന്നതാണ് ആർട്ടിക്കിൾ 42 പരാമർശിക്കുന്നത്. നീതിപൂർവവും മനുഷ്യോചിതവുമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ 42 പരാമർശിക്കുന്നത്. ഇതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പറയുന്നത്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനി ഗാന്ധിയൻ ആശയങ്ങളാണ് വരുന്നത്. ഗാന്ധിയൻ ആശയങ്ങളിൽ പരാമർശിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, ഗ്രാമപഞ്ചായത്തുകൾ, പഞ്ചായത്തുകളുടെ രൂപീകരണം, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40 ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക ആർട്ടിക്കിൾ 43 ആർട്ടിക്കിൾ 43. നമ്മൾ ഈ സാധനം നേരത്തെ കണ്ടില്ലേ, ആർട്ടിക്കിൾ 43. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകുക, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക ആർട്ടിക്കിൾ 43. ഇവിടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഗാന്ധിയൻ ആശയങ്ങളും ഈ ഒരു ആർട്ടിക്കിൾ 43 ഇൻക്ലൂഡഡ് ആണ് എന്നതാണ്. ഓക്കെ, അടുത്തത് കൃഷിയും മൃഗസംരക്ഷണവും. കൃഷിയും മൃഗസംരക്ഷണവും വരുന്നത് ആർട്ടിക്കിൾ 48 പ്രകാരമാണ്. ആർട്ടിക്കിൾ 48 നമ്മൾ ഇവിടെ പഠിച്ചത് 48A ആണ് കേട്ടോ. 48A വനവും വന്യമൃഗ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ് ആർട്ടിക്കിൾ 48A. എന്നാൽ ആർട്ടിക്കിൾ 48 എന്താ പറഞ്ഞത്? ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആണ്. കൃഷിയും മൃഗസംരക്ഷണവുമാണ് ആർട്ടിക്കിൾ 48. ഗോവധ നിരോധനം, ഗോവധ നിരോധനം, കൃഷിയും മൃഗസംരക്ഷണവും വരുന്നത് ആർട്ടിക്കിൾ 48 പ്രകാരമാണ്. ഓക്കെ, കൗ സ്ലോട്ടറിങ് ഒക്കെ ഇതിൻ പ്രകാരമാണ് നിരോധിച്ചിട്ടുള്ളത്. ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 47 പ്രകാരമാണ്. 47 പ്രകാരം പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 47. മദ്യനിരോധനം ഉൾപ്പെടുന്നത് ഈ ഒരു ആർട്ടിക്കിളിലാണ്. മദ്യനിരോധനം ഉൾപ്പെടുന്നത് ഈ ഒരു ആർട്ടിക്കിളിലാണ്. ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഒക്കെ നിരോധനം വരുന്നത് ആർട്ടിക്കിൾ 47 പ്രകാരമാണ്. ഓക്കെ, പിന്നീട് നമ്മൾ പഠിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുക എന്നത് ആർട്ടിക്കിൾ 46 പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 46 ഇവരെ ഉപരിവർഗത്തിന്റെ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക എന്നും ആർട്ടിക്കിൾ 46 പരാമർശിക്കുന്നു. അപ്പൊ ഇതെല്ലാമാണ് ഗാന്ധിയൻ ആശയങ്ങൾ. ക്ലിയർ ആണല്ലോ? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം,
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം എന്നതും ഈ ഒരു ഗാന്ധിയൻ ആശയങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത്. ഇത് പൂർണ്ണമായും എല്ലാം പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 39 തന്നെ വിശദമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 39D മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ഭാഗവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് DPSP എന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ജനക്ഷേമം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, അതുപോലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ദേശീയ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങളും പൂർത്തിയാക്കി. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് PSC ചോദിക്കാറുള്ള മറ്റൊരു ഭാഗമാണ് മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരു താരതമ്യ പഠനമാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വ്യത്യാസം? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളും രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ പരിധി നിർണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം മൗലിക അവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ഗവൺമെന്റിനെ ചെയ്യാനായി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശം വ്യക്തികളുടെ അവകാശത്തെ സംരക്ഷിക്കുമ്പോൾ ഇവിടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എല്ലാ ജനവിഭാഗത്തിന്റെയും ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാനായി സാധിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ജസ്റ്റീഷ്യബിൾ ആണ്, ന്യായവാദത്തിന് അർഹമാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. നോൺ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ ആണ്, ന്യായവാദത്തിന് അർഹമല്ല, ന്യായീകരിക്കാനാകാത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ഇവ ഓരോന്നും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓരോന്നും കൃത്യമായി വ്യക്തമായി തന്നെ പഠിക്കണം. നിർദ്ദേശക തത്വങ്ങൾ ഭേദഗതി ചെയ്യാൻ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. ഇവിടെ മൗലിക അവകാശങ്ങൾ എന്താണ്? ഭേദഗതി വരുത്താൻ സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങൾക്ക് അത് ആവശ്യമില്ല, അല്ലെങ്കിൽ താരതമ്യേന ലളിതമായിട്ടുള്ള രീതിയാണ് ഉള്ളത്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ജനാധിപത്യ പ്രക്രിയയിൽ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെയാണ്, പൊളിറ്റിക്കൽ ഡെമോക്രസിയെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ജനാധിപത്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് മൗലിക അവകാശങ്ങളിലൂടെയാണ്. എന്നാൽ സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയാണ്. ക്ലിയർ അല്ലേ? ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സംഭാഷണം തന്നിട്ട് നോക്കാം. സൗജന്യ നിയമസഹായം നടപ്പിൽ വരുത്താതിരുന്നാൽ അതിനെതിരെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കുമോ? അതിന് ഉത്തരമായിട്ട് പറയണം, ഇല്ല. സൗജന്യ വിദ്യാഭ്യാസം പോലെയുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കുമ്പോഴാണ് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനായി സാധിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞു? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലാണ് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ DPSP മാർഗനിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ ന്യായവാദത്തിന് അർഹമല്ലാത്തത് കൊണ്ട് നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ ഒന്നും സമീപിക്കാൻ സാധിക്കില്ല. ഓക്കെ.
അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യാസങ്ങൾ എഴുതാനായി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മൗലികാവകാശങ്ങൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കും. കോടതി വഴി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് മൗലിക അവകാശങ്ങൾ. എന്നാൽ ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല, ന്യായവാദത്തിന് അർഹമല്ല. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാനാവുന്നതാണ്, ന്യായവാദത്തിന് അർഹമാണ്, ജസ്റ്റീഷ്യബിൾ ആണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, നോൺ ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ, ന്യായീകരിക്കാൻ ആകാത്തതാണ്. ആർട്ടിക്കിൾ ഏതാണ്? മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വരെയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ മൗലികാവകാശം രാഷ്ട്രീയ ജനാധിപത്യത്തെ നടപ്പിലാക്കുന്നു, രാഷ്ട്രീയ ജനാധിപത്യത്തെ നടപ്പിലാക്കുന്നു. എന്നാൽ ഇവിടെ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം, നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് ഉറപ്പുവരുത്തുന്നത്. ഇവിടെ മറ്റൊന്നെന്താ പറയുന്നത്? നിയമപ്രകാരം മൗലിക അവകാശ ലംഘനം ശിക്ഷാർഹമാണ്. നിയമപ്രകാരം നിർദ്ദേശക തത്വങ്ങളുടെ ലംഘനം ശിക്ഷാർഹവുമായിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ല. ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. വ്യത്യാസങ്ങൾ കണ്ടെത്തി അവ പഠിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മുടെ DPSPയുടെ ലക്ഷ്യം? സാമൂഹിക സാമ്പത്തിക നീതി. ഓക്കെ, കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിയമങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദാര ആശയമായിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം എന്നതാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിന്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായിട്ടുള്ള സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ ആശയങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് കരുതി നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ആശയങ്ങൾ ഗവൺമെന്റ് ഒരു നിയമം രൂപീകരിക്കുമ്പോൾ ഇവ വളരെ പ്രധാനപ്പെട്ടതായി പരിഗണിക്കുകയും നമുക്ക് വ്യക്തികൾക്ക് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇവ പരിഗണിച്ച് നിയമങ്ങൾ രൂപീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗാന്ധിയൻ ആശയത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. ആർട്ടിക്കിൾ ഏതാണ്? 40 ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയത്തിൽ നിന്നാണ് ഈ പറഞ്ഞ 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിലൂടെ നടപ്പിലാക്കിയത്. മറ്റൊന്നാണ് സൗജന്യ വിദ്യാഭ്യാസം എന്ന ഉദാര ആശയത്തിൽ നിന്ന് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ അത് നടപ്പിലാക്കി. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം കൊണ്ടുവന്നതും ഇതേപോലെ ഒരു ഉദാര ആശയത്തിന്റെ പ്രതിഫലനമായിട്ടാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായിട്ടുള്ള സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, ഇവിടെ നമ്മൾ പഠിച്ചു സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന ഈ ഒരു ആശയത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു നിയമം 1976 തുല്യവേതന നിയമവും കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ജനക്ഷേമത്തിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ DPSPയിൽ നിന്ന്, നിർദ്ദേശക തത്വത്തിൽ നിന്ന് ഗവൺമെന്റ് എടുക്കുന്നു എന്നുള്ളതാണ് തെളിവാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിവിടെ ഈ ഒരു DPSP എന്ന ഭാഗവും പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതാണ് മൗലിക കർത്തവ്യങ്ങൾ. ആദ്യം ഇവിടെ നൽകിയിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ വരികളാണ്. എന്താണ് മൗലിക കർത്തവ്യങ്ങൾ? ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ട് എന്നാണ്. അത്തരത്തിൽ ഓരോ ഇന്ത്യൻ പൗരനുമുള്ള ചുമതലകളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല.
നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശങ്ങളോടൊപ്പം തന്നെ നിയതമായിട്ടുള്ള ചുമതലകളും ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഈ വരിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ എന്താണ് അവകാശങ്ങളും കർത്തവ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഇവ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ്. അതായത് പൗരർ പാലിക്കേണ്ട ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഈ ഒരു ഭാഗം ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാർക്കായുള്ള മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാവുകയും പിന്നീടാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി. PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇതിൻ പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. പൗരരുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് 1976 കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി നിയോഗിച്ചു. അതിന്റെ പേരാണ് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി എന്നത്. സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി 1976 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൻ സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇത്. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഒക്കെ പഠിക്കുക എന്നതായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1976 42 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ എന്ന ഒരു പുതിയ ഭാഗം 4A ആയി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 4A ആയി. സ്വരൻ സിംഗ് കമ്മിറ്റി 8 മൗലിക കർത്തവ്യങ്ങളാണ് നിർദ്ദേശിച്ചത്. പക്ഷെ 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. 42 ഭരണഘടനാ ഭേദഗതിയാണ് 4A ഉൾപ്പെടുത്തിയത്. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് 1976 ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 51A ആണ്. അനുച്ഛേദം 51A ആയിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സംഭാഷണ ശകലം തന്നിട്ടുണ്ട്. ഇന്ത്യൻ പൗരർ ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അതെന്തുകൊണ്ടാണ്? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായിട്ട് പൗരർ ചില കടമകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് ഭരണഘടന പറയുന്നു. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പൗരരെന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങി മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങൾ. ഇവയെല്ലാം മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ്. ഇവിടെ എല്ലാ പൗരരും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരുന്നവയാണ് ഈ പറഞ്ഞ മൗലിക കർത്തവ്യങ്ങൾ. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായിട്ട് ഭരണഘടനയിൽ ചേർത്തിട്ടുള്ളത്. ഇവയിൽ ചിലത് ധാർമ്മികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായിട്ടുള്ളതുമാണ്. പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുകൂടി ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വമായി പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി, 1976 ഉൾപ്പെടുത്തി. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് 1977 1977 ജനുവരി 3-നാണ്. ജനുവരി 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? 1976 ഏത് ഭരണഘടനാ ഭേദഗതി? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 10 മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. എന്നാൽ നമ്മൾ ഇവിടെ പറഞ്ഞു എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ വരാം. ആദ്യം 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഏതാ? 51A മുതൽ 51Aയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ എ മുതൽ ചെറിയ എ മുതൽ ജെ വരെ 10 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജെ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എഴുതാൻ നമുക്ക് ചെറിയ പരിമിതി ഉണ്ട്. അപ്പം ഇങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞു 11 ഉയർത്തി. അതെപ്പോഴാ? 86-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷം? 2002-ലാണ് കേട്ടോ. 2002-ലാണ്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം എത്രയായി? 11 ഉയർത്തി. മൗലിക കടമകളുടെ എണ്ണം 11 ഉയർത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? 51Aയിൽ എ മുതൽ ജെ വരെ എന്നുള്ളത് മാറി എ മുതൽ കെ വരെ എന്നായി മാറി. ഓക്കെ, അതിലേതാണ് ആഡ് ചെയ്തത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്നുള്ളത് ഭരണഘടന നിഷ്കർഷിക്കുന്നതാണ്. കെ എന്നത് 11-ാമത്തെ മൗലിക കർത്തവ്യം എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മൗലിക കടമകളെ കുറിച്ച് ഏത് ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നു? ആർട്ടിക്കിൾ 51Aയിൽ പരാമർശിക്കുന്നു. ഏത് ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഇത് ഭേദഗതിയിലൂടെ വന്നതുകൊണ്ട് തന്നെ ഭാഗം 4Aയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മൗലിക കടമകൾ 11 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളായിരുന്നു. എന്നാൽ 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11 മൗലിക കടമകളായി ഉയർത്തി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് മൗലിക കടമകൾ. നമ്മുടെ ഭരണഘടന വ്യക്തികളുടെ അന്തസ്സുറ്റ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉറപ്പു നൽകുന്നുണ്ട്. ഒപ്പം സമൂഹക്ഷേമത്തിനായുള്ള രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും ഉതകുന്ന മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ വിധം ഭരണഘടന അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു സംഹിതയായി പ്രവർത്തിക്കുന്നു. ഭരണഘടന അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും സംഹിതയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പഠിച്ചു, നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പഠിച്ചു, മൗലിക അവകാശങ്ങളെ കുറിച്ചും പഠിച്ചു. ശ്രദ്ധിക്കുക, അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗത്തുനിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഇതിൽ ഒരു സംശയവും. ഈ ഭാഗത്തുനിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. വ്യക്തമായിട്ട് പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഭാഗം എന്നുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സമയമെടുത്ത് മനസ്സിലാക്കി പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ ഇപ്പോൾ കാര്യമാക്കേണ്ട. റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗം കൂടിയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഭാഗങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചാൽ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കതൊരു ആഡ് ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.